ഇവിടെ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ വിവിധ തരത്തിൽ നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുണ്ടല്ലോ. അത്തരം പ്രശ്നങ്ങളിലും വലിയ തോതിൽ കുറവ് വരുന്നില്ലേ? ഇവിടെ ചില കാലങ്ങളിൽ ചില അധികാര കേന്ദ്രങ്ങളുടെ പിന്തുണയുണ്ട് എന്ന ധാരണയിൽ നടന്നിട്ടുള്ള ആക്രമണങ്ങളില്ലേ? അതിന്റെ ഭാഗമായി ചില പ്രത്യേക വിഭാഗങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടില്ലേ? വർഗീയതയുടെ പേരിലല്ല, സംഘടനാപരമായ ഭിന്നതയുടെ പേരിൽ, ആശയപരമായ ഭിന്നതയുടെ പേരിൽ. അത് ഒരേ മതവിശ്വാസികളാകാം. അങ്ങനെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ലേ? നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒട്ടേറെ അനുഭവങ്ങളില്ലേ? അത്തരം തർക്കങ്ങളുടെ, അത്തരത്തിലുള്ള സംഘർഷങ്ങളുടെ ഭാഗമായി ജീവൻ നഷ്ടപ്പെട്ട അനുഭവങ്ങളില്ലേ? താനൂരിലുണ്ടായിട്ടില്ലേ? പാണ്ടിക്കാട് ആമക്കാരുണ്ടായിട്ടില്ലേ? മഞ്ചേരി എളങ്കൂറിലുണ്ടായിട്ടില്ലേ? കേരളത്തെ ആകെ വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നല്ലോ മണ്ണാർക്കാട് സഹോദരങ്ങൾ ആക്രമിക്കപ്പെടുകയും അതിൽ 2 പേർ കൊല ചെയ്യപ്പെടുകയും ചെയ്ത സംഭവം. എത്ര 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 സംഭവങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള സംഘർഷങ്ങൾ. അധികാരത്തിലുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അന്നേരം പ്രശ്നമായിരുന്നില്ല. ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കാൻ ഞങ്ങൾ അന്ന് തയ്യാറായിരുന്നു ഓരോ ഘട്ടത്തിലും. നിങ്ങളത് ഓർക്കുന്നുണ്ടാവും. എന്നാൽ കഴിഞ്ഞൊരു 10 വർഷക്കാലമായി ഇത്തരം അഭിപ്രായ ഭിന്നതകളാകെ തീർന്നു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഈ രീതിയിൽ സംഘർഷങ്ങളുണ്ടോ? വലിയ കുറവ് വന്നില്ലേ? എന്തുകൊണ്ടാണത്?